ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, നമുക്ക് നൂല് കൊണ്ട് ഭംഗിയാക്കി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല, 2 ബോട്ടിലായാലും നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിന് കറുപ്പ് കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. നല്ലവണ്ണം കൊടുക്കണമെന്നൊന്നുമില്ല, അവിടെ ഇവിടെ ഒഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ചുവന്ന കളറൊന്ന് മാറിക്കിട്ടുകയേ വേണ്ടൂ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വിചാരിച്ചാൽ അത് കൊടുക്കാവേ. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. പല കളർ നൂലാണ് ഞാൻ എടുത്തത്. പുതിയ നൂലൊന്നും വേണ്ട, നമ്മൾ തുന്നി തീരാറായ നൂലായാലും മതി. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും വേണ്ട. ഇനി ബോട്ടിലിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ നല്ലോണം എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ട്. നമുക്ക് നൂല് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഓറഞ്ച് കളർ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അറ്റത്തായതുകൊണ്ട് ചിലപ്പോൾ ഇളകി വരും, അതുകൊണ്ട് ഇതേപോലെ കുറേ പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇതേപോലെ ചുറ്റി കൊടുക്കുകയേ വേണ്ടൂ. നല്ല ടൈറ്റിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കാം. വേണ്ടുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഗ്ലൂ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ, ഏത് കളർ വേണ്ടെങ്കിലും എടുക്കാം. ആദ്യം അവസാനവും കുറച്ചധികം ഗ്ലൂ ഇട്ട് കൊടുക്കണം, എന്നാൽ ഇളകി വരില്ല. ഇനി ഈ ഭാഗത്ത് കുറച്ചും കൂടി ഞാൻ നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്ലൂ ഉണങ്ങിയാൽ ഇതിൻ്റെ മേലെയുള്ള ഈ വെള്ള കളറൊന്നും പിന്നെ കാണൂല കേട്ടോ. രണ്ടാമതായിട്ട് ഞാൻ മഞ്ഞ കളർ നൂലാണ് കൊടുക്കുന്നത്. ആദ്യത്തെ പോലെ തന്നെ ഞാൻ ചുറ്റി കൊടുക്കുമെന്ന്. ഗ്ലൂ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റിലും ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷവും ഗ്ലൂ ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത് അവിടെ ഒട്ടി നിന്നോളും, പിന്നെ ഇളകി വരുകയില്ലേ. ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തത് ചുവന്ന നൂലാണ്, അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 കളർ ചരട് എടുത്തിട്ടുണ്ട്. ഈ 2 കളറും കൂടി ബോട്ടിലിൻ്റെ 2 ഭാഗത്തും ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് കളറും കൂടി ആയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പഴയ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വേഗം ഒട്ടിക്കോളും. ഇനി ഇതിൽ ഞാൻ ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബീഡ്സ് നമ്മൾ മാലയും ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കുന്ന ബീഡ്സാണ്. ഫെവിക്കോൾ ആയതുകൊണ്ട് ഈ ബീഡ്സ് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇളകുകയില്ല, നല്ല വൃത്തിക്ക് അവിടെ നിന്നോളൂ. ഇനിയും ഞാൻ ഇതിൽ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തൊന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല, ഈ ഭാഗം മാത്രമേ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാനിത് ഫ്ലവർ വേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല ഭംഗിയിലേക്കാണ്, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 3 വർഷം മുമ്പ് ചെയ്തൊരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഇതിൻ്റെ മേലെ വെച്ചത് പേപ്പർ ഫ്ലവറാണ്. ആ സമയത്ത് എനിക്ക് ചാനൽ പോലും ഉണ്ടായിരുന്നില്ല. അന്നേരം മുതലേ ഞാനിങ്ങനെ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഗ്ലാസ് ബോട്ടിലായാലും രണ്ടിൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ചിലരൊക്കെ ഈ ഒഴിഞ്ഞ ബോട്ടിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടിടും, അല്ലെങ്കിൽ വലിച്ചെറിയും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതെ ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മുടെ വീട് അലങ്കരിക്കുകയും ചെയ്യാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. മാലിന്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം. അന്തരീക്ഷത്തിലെ എല്ലാ മാലിന്യങ്ങളും നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ വീട്ടിലെ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, ഇവയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.